നമസ്തേ. നാളെ 1-ാം തീയതിയാണ്. തുടർന്ന് 30 ദിവസം നമ്മൾ കർക്കിടക മാസം ആചരണം തുടങ്ങുകയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള എല്ലാ കുടുംബ പ്രേത പിതൃക്കളെയും നമ്മൾ സങ്കല്പിച്ച് വേണം ബലിയിടാനും. കൂടാതെ വ്രതശുദ്ധിയോടുകൂടിയുള്ള ദിനങ്ങൾ അത് ആചാരപൂർവ്വം തന്നെ പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആ ഒരു മാസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെ പുണ്യമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിമാലയും പാൽപ്പായസവും കുടുംബ പ്രേത പിതൃക്കൾ എന്ന് പറഞ്ഞ് പൂർവികരായിട്ടുള്ള കുടുംബ പിതൃക്കൾക്കും കൂടെ നമ്മൾ ബലിയിടുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് തിലഹവനം ഉപരി എള്ളു പായസ വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ്. നമ്മൾ വീട്ടിലൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദഹനം, അത് കഴിഞ്ഞിട്ട് 5-ൻ്റെ അന്നത്തെ ചടങ്ങ്, പിന്നെ അത് കഴിഞ്ഞ് 16-ൻ്റെ അന്നത്തെ ചടങ്ങ്, പിന്നെ അത് കഴിഞ്ഞ് 41-ൻ്റെ ചടങ്ങ്, പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞുള്ള നമ്മൾ ഒരു ജ്യോത്സ്യരെ സമീപിച്ച് ദൈവാധീനമൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം, ഭഗവതി സേവ, കൂടുതൽ ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ ഹോമം, അതല്ലെങ്കിൽ നമ്മൾ മഹാസുദർശന ഹോമം നടത്തി പിതൃക്കളെയെല്ലാം നമ്മൾ ആവാഹിച്ച് ശുദ്ധി ചെയ്ത് അവരെ സ്വർണ്ണത്തിലേക്ക് ലയിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോക്ഷം വായിച്ച് കേൾപ്പിച്ച് പിന്നെ സുഹൃത ഹോമമൊക്കെ നടത്തി ഏറ്റവും അവസാനം ഒരു ഗണപതി ഹോമം നടത്തി പിന്നീട് നമ്മളിത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ദൈവാധീന ചിന്തയിൽ ഏത് ക്ഷേത്രത്തിലായിരിക്കണം എന്നുള്ളത്, ചിലവർക്ക് കുടുംബക്ഷേത്രമായിരിക്കും, ചിലവർക്ക് വിഷ്ണു ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകാനായിരിക്കും ആഗ്രഹം. അതല്ലെങ്കിൽ തന്നെയും വിഷ്ണുവിലേക്കും കൂടെ ഒരു ശരീരാംശത്തെ നമ്മൾ ലയിപ്പിക്കും. അപ്പം പരിപൂർണമായിട്ട് വർക്കലയിലും കൊല്ലം തിരുമൂലവാര മഹാവിഷ്ണു ക്ഷേത്രത്തിലുമൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് ഇവിടങ്ങളിൽ. പിന്നെ അതല്ല തിരുനെല്ലി, മറ്റ് പിതൃതർപ്പണപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് അവരുടെ യുക്തി അനുസരിച്ച് പോയി ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ ആരൂഢം, നമ്മുടെ ഭവനം ഈ കാലയളവുകളിലെല്ലാം വൃത്തിശൂന്യമായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. അതിലുപരി മരുന്നും മന്ത്രവും തന്ത്രവും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരശുദ്ധീകരണ മാസവും കൂടിയാണ്. അപ്പം നമ്മൾ ഈ മത്സ്യമാംസാദികളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ശരീരവും കൂടി ശുദ്ധമാക്കുക, മരുന്നുകൾ സേവിക്കുക, യോഗ ചെയ്യുക, കൂട്ടമായിട്ടുള്ള കുടുംബ പ്രാർത്ഥനകൾ ചെയ്യുക. ഗുരുദേവൻ്റെ ആചാരപ്രകാരം 10ഉം 11ഉമാണ് ക്രിയകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യുന്നവരുണ്ട്. ഈ ഉപരി അതിന് തൊട്ട് മുന്നേ തന്നെ ഈ 16ൻ്റെ ചടങ്ങ് വരെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് അത് ചെയ്യണം. പക്ഷേ എങ്കിലും നമ്മളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് ബലിയിടാം. അവിടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നു, അമ്മ ജീവിച്ചിരിക്കുന്നു, സഹോദരനുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, അത് അവർക്ക് പറ്റത്തില്ല, സ്ത്രീകൾക്ക് പറ്റത്തില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ്, കുടുംബത്ത് ആരാണോ മൂത്ത വ്യക്തി മരിച്ചത്, ആ മരിച്ച ദിവസത്തെ നാളും പറഞ്ഞ് കുടുംബ പ്രേത പിതൃക്കൾ എന്ന് പറഞ്ഞ് വേണം തിലഹവനം നടത്താൻ. അപ്പോൾ പൂർവികരമായിട്ടുള്ള എല്ലാ കുടുംബ പിതൃക്കളും അതിൽ വന്നടങ്ങും. കൂടാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈർക്കിലും മാവിലയും കരി, അതേപോലെ തന്നെ വെള്ളം, ഇതൊക്കെ അവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം ചെയ്യും. അവർക്കുള്ള ആഹാരം നമ്മൾ 3 നേരം നമ്മൾ കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വാങ്ങി നമ്മൾ വെക്കും. ഈ ആചാരങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പോഴും എല്ലാം ഈ കുടുംബത്തിലുള്ള സർവ്വ പിതൃക്കളും, അതേപോലെ തന്നെ അന്നത്തെ ദിവസം കുടുംബക്ഷേത്രത്തിൽ പോയി യോഗീശ്വര സ്വാമിക്ക് ഒരു പാൽപ്പായസവും ഒരു വെള്ളപുഷ്പം മാല മേടിച്ച് ചാർത്തുന്നതും ഒരു ഭസ്മാഭിഷേകം നടത്തുന്നതുമൊക്കെ വളരെ ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പിതൃപ്രീതിപ്പെടുത്തണം, പിതൃക്കളെ കൂടെ നിർത്തണം. പിതൃ അനുഗ്രഹങ്ങളാണ് നമുക്ക് പരിപൂർണമായിട്ടും വേണ്ടത് പൂർവികമായിട്ട്. അതേപോലെ തന്നെ അവർ ജീവിച്ചിരിക്കവേ തന്നെ അച്ഛനമ്മമാരെ തന്നെ നമ്മൾ ആചരിക്കുന്നതും ബഹുമാനിക്കുന്നതും, കൂടാതെ മുതിർന്ന വ്യക്തികളെയൊക്കെ തന്നെ നമ്മൾ ബഹുമാനിക്കുന്നതും, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കണ്ട് ഒരു നമസ്തേ എന്ന് പറയുന്നതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ദൈവീക അനുഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു 1 മുതൽ 30 വരെയായിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ലളിത സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെ നല്ലത് തന്നെ. ദേവീക്ഷേത്രങ്ങളിൽ ലളിത സഹസ്രനാമാർച്ചനകൾ നടത്തുന്നിടത്ത് പോയി കുടുംബ പേര് പറഞ്ഞ് വീട്ടിലുള്ള ഗൃഹനാഥൻ്റെ ഗൃഹനായകയുടെയും പേരുകൾ പറഞ്ഞ് ഈ ഭഗവതി സേവ ചെയ്യുന്നതും അത്യുത്തമമാണ്. ഗൃഹോപരിതല അന്തരീക്ഷത്തിലും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും
എല്ലാവിധ നാശങ്ങളെയും ദൈവീയ കരണങ്ങളാലും ഈ കരണങ്ങളാലും നഷ്ടപ്പെട്ടു പോയിട്ടായിട്ടുള്ള എല്ലാവിധ ചൈതന്യങ്ങളെയും തിരിച്ചു പിടിക്കാനും നമുക്കുപരി മനസ്സിന് ശാന്തിയും സമാധാനം ഐക്യതയോട് കിട്ടിയും കൂടാതെ തന്നെ നമ്മളുടെ എല്ലാ പ്രാർത്ഥന നമ്മളെന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾക്കെല്ലാം അനുഗ്രഹങ്ങളും